ഒഡീഷയിലെ ബാലാസോറിൽ വെള്ളിയാഴ്ച രാത്രി 7:30 3 ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ട് 288 ആളുകൾ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. സംഭവ സ്ഥലത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി 2 ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം അപകടം നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവ സ്ഥലത്ത് എത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. അപകടം നടന്ന് 2 ദിവസം മാത്രം പിന്നിട്ടപ്പോൾ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളും ചോദ്യങ്ങളുമായി കോൺഗ്രസ് MP രൺദീപ് സുർജേവാല രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ 9 ചോദ്യങ്ങളാണ് സുർജേവാല ഉയർത്തുന്നത്. ആദ്യത്തേത്, കോറമണ്ഡൽ എക്സ്പ്രസ് അപകടപ്പെട്ടതിന് 5 മിനിറ്റ് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്നും ഹൗറയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ അതിവേഗതയിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും പാളം തെറ്റിമറിഞ്ഞ് കോറമണ്ഡൽ എക്സ്പ്രസിന്റെ ബോഗികളിലേക്ക് ഇടിക്കുകയും ചെയ്തത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പ് സംവിധാനം റെയിൽവേക്കില്ല എന്നാണ്. സ്ഥലത്തെത്തിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിഗ്നൽ സംവിധാനത്തിൽ തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് മന്ത്രി അവഗണിച്ചത് എന്നാണ് സുർജേവാല ഉയർത്തുന്ന ആദ്യത്തെ ചോദ്യം. റെയിൽവേ ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ഇതിനു മുമ്പായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സിഗ്നൽ സംവിധാനത്തിൽ തകരാറുണ്ടെന്നും ഇന്റർലോക്കിംഗിൽ പിഴവുണ്ടെന്നും എത്രയും വേഗം തകരാർ പരിഹരിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അതേസമയം ഈ മുന്നറിയിപ്പെല്ലാം അവഗണിച്ചായിരുന്നുവെന്നും സുർജേവാല ആരോപിക്കുന്നു. ഇത് പരിഹരിച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുമെന്നും റെയിൽവേ മന്ത്രാലയത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും MP സുർജേവാല പറയുന്നു. ഇതിനിടയിൽ ചരക്ക് തീവണ്ടികൾ പാളം തെറ്റിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും റെയിൽവേ മന്ത്രാലയം യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ അലംഭാവത്തിന് പിന്നിൽ എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. റെയിൽവേ സുരക്ഷയ്ക്കപ്പുറം പ്രധാനമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് റെയിൽവേ മന്ത്രി നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. ഇത് ശരിയാണോ എന്നായിരുന്നു സുർജേവാലയുടെ അടുത്ത ചോദ്യം. രാജ്യത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ വ്യാപൃതനായിരുന്നു മന്ത്രി. റെയിൽവേയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചത് ശരിയാണോ എന്നായിരുന്നു സുർജേവാല ഉയർത്തുന്ന മറ്റൊരു ചോദ്യം. അതുകൊണ്ടാണ് ഒഡീഷയിലെ ദുരന്തമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും റെയിൽവേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അവതരണത്തിൽ നിന്നും കൂടുതൽ സമയവും മന്ത്രി വിട്ടുനിന്നത് എന്നും വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ലോഞ്ചിങ്ങിൽ മാത്രം ശ്രദ്ധാലുവായതെന്നും സുർജേവാല ചോദിച്ചു. റെയിൽവേ മന്ത്രിക്ക് IT ആൻഡ് ടെലികോം പോലുള്ള വലിയ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകി പീഡിപ്പിക്കുന്നുവെന്നത് റെയിൽവേയെ 2ാം തരമാക്കാൻ വേണ്ടിയാണോ എന്നായിരുന്നു അടുത്തതായി സുർജേവാല ഉന്നയിക്കുന്നത്. വേണ്ടത്ര ജീവനക്കാരില്ലാതെ എങ്ങനെയാണ് സുരക്ഷയോടെ റെയിൽവേ പ്രവർത്തിക്കുക? ട്രെയിനുകളിലെ കൂട്ടയിടി ഒഴിവാക്കാനായി വികസിപ്പിച്ചെടുത്ത കവച് പോലുള്ള സംവിധാനം ഇല്ലാതിരുന്നതിനെ കുറിച്ചും കോൺഗ്രസ് MP രൺദീപ് സുർജേവാല ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിരുത്തരവാദപരമായി പെരുമാറിയ റെയിൽവേ മന്ത്രിയുടെ രാജി പ്രധാനമന്ത്രി ആവശ്യപ്പെടണമെന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ആവശ്യം. കഴിഞ്ഞ ദിവസമുണ്ടായ നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 288 പേർ മരിക്കുകയുണ്ടായി. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 50-ലധികം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നാട് മുഴുവൻ നടന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി റെയിൽവേയിൽ നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിലും കാലഹരണപ്പെട്ട സിഗ്നൽ സംവിധാനത്തിലും കാലോചിതമായ മാറ്റം വരുത്തേണ്ടത് സുരക്ഷിത യാത്രയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.